ഞങ്ങൾ ഗോവ ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റേക്കേഷനാണ് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ കോയമ്പത്തൂർ എയർപോർട്ടിൽ പോയി, പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഗോവ, അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ എയർപോർട്ടിൽ പോയി ആദ്യമായിട്ട് സ്റ്റാർബക്സ് വാങ്ങി കുടിച്ചു. പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ബാംഗ്ലൂർ എത്തുമ്പോഴേക്കും വളരെ നേരം വൈകി. പിന്നെ ഒരു ഓട്ടോ ആയിരുന്നു. പ്രയോറിറ്റി കാരണം വേഗം അങ്ങോട്ട് ഞങ്ങളെ അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറ്റി വിട്ടു. ആ ഓട്ടപ്പന്തയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോർത്ത് ഗോവയിലെത്തിയപ്പോൾ വൈകിട്ട് 5-5:30 ആയി. ഒക്കെ ഒരുപാട് ലേറ്റായി. നോർത്ത് ഗോവ എയർപോർട്ട് ഭയങ്കര ഭംഗിയാണ്. ഗോവയിൽ 2 എയർപോർട്ടുണ്ട് കേട്ടോ. അതിൽ ഒന്ന് നോർത്ത് ഗോവയാണ്, മറ്റതിൻ്റെ പേര് എനിക്ക് പറയാൻ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവിടെ നിറയെ സ്റ്റാച്ചുവും പിന്നെ ഒരു ഞങ്ങളവിടെയൊക്കെ ചുറ്റി കണ്ടു, ഈ ഗാർഡനും എല്ലാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ലബ് മഹീന്ദ്രയിലേക്ക് വിട്ടു. അപ്പോൾ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അസനോര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ക്ലബ് മഹീന്ദ്രയുടെ ഒരു റിസോർട്ടിലാണ്. വലിയ റിസോർട്ടാണ്, ലോബിയൊക്കെ അടിപൊളിയാണ്. റൂമിലേക്ക് പോകാൻ വാനൊക്കെ വന്നു. എന്നിട്ട് ഇങ്ങനെ അതിൽ കയറി ഇങ്ങനെ പോയി. ഭയങ്കര ടയേർഡായിരുന്നു, പക്ഷെ ഫുഡ് കഴിക്കാൻ ടയേർഡൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ലോബിയിൽ തന്നെ പോയിട്ട് അവിടെ 2 സ്ഥലത്ത് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഓരോ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. പക്ഷെ ഫുഡ് കഴിച്ചത് 2000-ന് മീതെ ബില്ലായി. ഒന്നും പറയാൻ പറ്റില്ല, അവിടെ ഒടുക്കത്തെ ബില്ലാണുള്ളത്. സോ ഞങ്ങൾ അന്ന് തൊട്ട് സ്വിഗ്ഗിയിൽ വാങ്ങാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ എണിട്ടുകൊണ്ട് നേർത്തു പൂളിൽ ചാടണമെന്ന് പറഞ്ഞ പൂളിൻ്റെ കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ട് റെഡിയായി ഇറങ്ങി. അവിടെ മുഴുവൻ പൂളാണ് കേട്ടോ. ആ ഒരു റിസോർട്ട് മുഴുവൻ ഇതുപോലുള്ള കുറേ പൂളുകളും കുറേ ക്രേസി റിവർ പരിപാടികളും ഒക്കെ ഉണ്ട്. 4 പൂളെങ്കിലും മിനിമം ഉണ്ട്. നേത്തു ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ കുറേ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവളുടെ കൂടെ ഞാൻ തന്നെ കളിക്കണം. എൻ്റെ ഈ തടി വെച്ച് എനിക്ക് പറ്റാവുന്നത്ര ഞാൻ കളിച്ചു നോക്കി, പക്ഷേ ബുദ്ധിമുട്ടുകൾ കുറേ ഉണ്ട്. ഇതൊരു പൂളാണ്, വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത്. അതിൽ കാലിനൊപ്പേ വെള്ളമുള്ളൂ കേട്ടോ. മെയിൻ പൂള് ഇതായി കാണുന്നതാണ്. നമ്മൾ മുന്നേ വന്നപ്പോൾ കണ്ടില്ലേ ഒരു റിവർ പോലെ, ആ റിവറിൽ കയറാൻ കാശ് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ അവർ 2 പേരും അവിടുത്തെ ഒരു ബോളെടുത്ത് ഫുൾ തട്ടിക്കളിയാണ്. സെക്കൻഡ് പാർട്ട് നമുക്കിത് കഴിഞ്ഞിട്ട് കാണാം.